അവർ ഇവിടുന്ന് ഇങ്ങനെ നടന്നു വന്ന് ജഡ്ജസിൻ്റെ അടുത്തൊരു നമസ്കാരം പറഞ്ഞിട്ട് പോകാനുള്ള ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഒരു 5 പേരെ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് റൗണ്ടിൽ. ഇനി സെക്കൻഡ് റൗണ്ട് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇവരൊന്നിൽ പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, അങ്ങനത്തെ എന്തോ പരിപാടിയാണ്. നമുക്ക് നോക്കാം. അടിപൊളിയാണ്ടോ? എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. When I visited Sri Lanka, what I feel that it's very clean and tourist friendly. വെൽക്കം ടു നിഫി വ്ളോഗ്. ഞാൻ ഇവിടെ സ്വന്തം ചാലക്കുടിക്കാര്. ഇവിടെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉള്ളിൽ അടിപൊളിയാണ് കേട്ടോ. ഇത് മഹേന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടി. നമ്മൾ അതിൽ പോകാണ്. ഈ പുള്ളിക്കാരിയാണ് നമ്മളെ കൊണ്ടുപോകണേ. എങ്ങടെ കൊണ്ടുപോകണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മളെവിടേക്കാണ് പോകണതെന്ന് അറിയില്ല. ഇതൊക്കെ ഇവരുടെ വീടാട്ടോ. ഇതൊക്കെ ഇവരുടെ വീടുകൾ കാര്യങ്ങളാണ്. പക്ക നമ്മുടെ ഒരു കേരളം പോലെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ഏരിയ കാണുമ്പോൾ. ഞാൻ ഇന്നലെ രാത്രി 10 മണിക്കാണ് ഇവിടേക്ക് വന്നത്. ഈ റോട്ടിൽ കൂടെ കയറി പുള്ളിക്കാർ പടച്ച് വിടാം. എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. നമ്മളിതേ റോട്ടിലേക്ക് കടന്നു കേട്ടോ. ഇവിടുത്തെ റോഡിക്കും അടിപൊളിയാണ്. നമ്മുടെ അതിരപ്പള്ളി റോഡ് പോലെ ഇരിക്കും. പക്ഷെ ഇവിടുത്തെ റോഡുകളൊന്നും കുണ്ടും കുഴിയൊന്നും ഇല്ല കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അത്ഭുതം. പിന്നെ ഇവിടെ ടിൻറ്റ് ഗ്ലാസ്സൊക്കെ ഒട്ടിക്കാം, വിഷയമൊന്നുമില്ല. ഇവിടുത്തെ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ പോണ വഴി പഴയ വണ്ടികൾ കണ്ടില്ലേ? കണ്ടോ? എനിക്ക് പഴയ വണ്ടികളാണ്. നമ്മുടെ ബൊലേറോ, ഇന്ത്യൻ ബജാജിൻ്റെ സ്കൂട്ടറും ഓട്ടോറിക്ഷയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഒരു സ്കൂളാണ് കേട്ടോ പോകുന്ന വഴി. ഓടിട്ട പേര അടിപൊളി. ഇവിടെ നമ്മുടെ ഓടിട്ട വീടുകളും എല്ലാം നോക്കി കാണാൻ പറ്റും. കൊളംബോലൊന്നും ഇങ്ങനൊന്നുമില്ല. കൊളംബോല് വേറെ ഒരു ലെവലാണ്. കൊളംബോ പക്ക ഒരു സിറ്റിയാണ്. ഇത് കൊളംബോയിൽ നിന്ന് 20 കിലോമീറ്റർ ഉള്ളിലേക്കാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയും കാര്യങ്ങൾ വരുന്നത്. ഇത് പക്ക നമ്മുടെ ഗ്രാമത്തിൽ കൂടെ പോകുന്ന പോലെ തന്നെ. ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ്. നമ്മളൊരു നേച്ചർ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം എങ്ങടെ പോകുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി. ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്ത് കുളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു വൻ പരിപാടിയാണ് കേട്ടോ നടക്കണേ. ഓ, ഇത് ഇവിടെ വന്നത് അടിപൊളിയായി. ഇവിടുത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ പുള്ളിക്കാരി എന്തോ ജഡ്ജൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നേക്കണേ. പറയാടി എനിക്ക് എന്താണ് ഇവിടെ നടക്കണേന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് അവർ എന്നെ കൊണ്ടുവന്നത്. എന്ന് എന്താ ഇങ്ങോട്ട് പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി അത്രയ്ക്ക് അടിപൊളിയാണ്. പീസ്ഫുൾ പ്രോപ്പർട്ടിയാണ്. വടംവലി മത്സരമാണ് ഇപ്പം നടക്കുന്നത്. വടംവലി നമുക്ക് കാണാം. ഇപ്പം വലിക്ക് ഇവിടെ ഒരാള് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി. മദ്യം കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടോ. ഫുഡും മദ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എന്താന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ശ്രീലങ്കയിൽ ഏപ്രിൽ മാസത്തിൽ ഇവരുടെ ന്യൂ ഇയർ ആണെന്നാണ് പറയുന്നത്. അതിനെന്തോ ഒരു പേര് പറയും. അപ്പൊ അതിന്റെ ഫംഗ്ഷനാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ഫുഡ് കഴിക്കാനാണ് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ഇത് ബൊഫേ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കഴിക്കാനുള്ളത് ശ്രീലങ്കൻ ബൊഫേ. ഇവിടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട്, സാധാ റൈസ്, പിന്നെ നൂഡിൽസ്, പിന്നെ ഇവിടെ ചിക്കനാണ്. ചിക്കൻ ഭയങ്കര ഒരു പീസാണ്. ഇത് ഫിഷാണ്, ഫിഷ് സലാഡ് പോലത്തെ സംഭവം. പിന്നെ ഡാല്, അവിടെ പരിപ്പൂറി, പിന്നെ ബട്ടർ വെജിറ്റബിൾ കറി, പിന്നെ ഇത് പപ്പടം. അപ്പം ഞാൻ എടുത്തേക്കുന്നത് റൈസും വെജിറ്റബിളും, ഫിഷ് 2 പീസ് എടുത്തിട്ടുണ്ട്, ചിക്കൻ എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചിക്കനിൽ തന്നെ തുടങ്ങാം. ചിക്കൻ കഴിച്ചു. സ്പൈസിയാണ്. ഇവിടെ കുറച്ച് സ്പൈസി കൂടുതലാണ് നമ്മുടെ നാട്ടിലേക്കാളും. പക്ഷെ അടിപൊളിയാണ്. ഫിഷ്, ഇന്ന് നമ്മുടെ ഫിഷാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രീലങ്കൻ ഫിഷ് സൂപ്പറാണ് കേട്ടോ. കാരണം ഫ്രഷാണ്. ഞാൻ മിർസിൽ പോയി ആ വീഡിയോ കണ്ടിട്ടില്ലേ, കണ്ടോളൂ. അടിപൊളി സീ വ്യൂ ആണ്. അവിടെയും എനിക്ക് ഫ്രഷ് ഫിഷാണ് കിട്ടിയേക്കണേ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് കഴിക്കാം. പാടി തോന്നിട്ടാ എന്നെ ജഡ്ജാക്കി പിടിച്ചു നിർത്തിയേക്കാം. എൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്നെ ജഡ്ജസ് ആയിട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ആരുടെ കൂടെ ഇരിക്കുക. എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. എന്നെ വെറുതെ പിടിച്ചിട്ടേക്കെന്താ ശ്രീലങ്കയിൽ ജഡ്ജായിട്ട് ഇരിക്കാൻ പറ്റിയത് ഒരു പ്രോഗ്രാമിന്. അപ്പൊ രേണുക എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജഡ്ജ് പാനലിൽ നിൽക്കുന്നത് ഇത്ര പേരാട്ടോ. ഞാനുണ്ട്, എനിക്കറിയാൻ പാടില്ല എന്താ നടക്കണേത്. ഇവിടെ രേണുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരെ എന്തോ പറയുന്നുണ്ട്, അതെനിക്കൊന്നും മനസ്സിലാവില്ല.
ഇപ്പൊ കളി എന്താന്ന് മനസ്സിലായി. അതായത് ഇവിടെ കുറച്ചു പേര് എഴുതിക്കും അവരെ രാക്ഷസിയുടെ പോലെ ചിരിക്കണതാണ്. ഇതുപോലെ ചിരിക്കും കേട്ടാ. നേരത്തെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചിരിക്കണ ഫംഗ്ഷനും പിന്നെ കരയണ ഫംഗ്ഷനായിരുന്നു. അവിടുന്ന് ഇങ്ങനെ മാർക്കും കാര്യങ്ങളൊക്കെ ഇടാം. ഞാൻ മാർക്കൊന്നും ഇടുന്നില്ല. ഇപ്പൊ ശ്രീലങ്കയുടെ റിയൽ ബ്യൂട്ടി ഫാഷൻ ഷോ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ വരുന്നതാണ്. അപ്പൊ ഇവരൊക്കെ ജഡ്ജസ്. ഞാൻ ചുമ്മാ ഇരിക്കുന്നതാണ് ഒരു പേരിന്. ഫാഷൻ ഷോയിൽ അവർ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ അവരിടണേ. പുള്ളിക്കാരി അവിടെ ഇരുന്ന് മാർക്ക് എഴുതുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ ഫാഷൻ ഷോ നടക്കുന്നത്. ഇത് ഫാഷൻ ഷോയാണ്. സുന്ദരികളുടെ കൂടെ ഒരു സുന്ദരനും ഇവിടെ ഫാഷൻ ഷോയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് കേട്ടോ. നമ്മുടെ മുണ്ടും ഷർട്ടും. അവർ ഇവിടുന്ന് ഇങ്ങനെ നടന്നു വന്ന് ജഡ്ജസിൻ്റെ അടുത്ത് ഒരു നമസ്കാരം പറഞ്ഞിട്ട് പോവാനുള്ള ഇതാണെന്ന് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അതെന്നെ പരിപാടി. ഗൈസ്, ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയാണ്. ഇവര് ധരിച്ചിരിക്കുന്നത് ശ്രീലങ്കയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എക്സാക്ട് ട്രഡീഷണൽ ഡ്രസ്സാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടാണ് ഇവർ ഈ ഫാഷൻ ഷോയിൽ പങ്കെടുത്തിരിക്കുന്നത്. പിന്നെ ശ്രീലങ്കയിലെ സ്ത്രീകൾ സാരി ഉടുക്കുന്ന രീതി വളരെ വ്യത്യാസമുണ്ട്. അവരുടെ ട്രഡീഷണൽ വേയിലാണ് അവർ സാരി ഉടുക്കുന്നത്. അത് ഞാൻ കെൻഡിയിലും കൊളംബോയിലൊക്കെ സഞ്ചരിച്ചപ്പോൾ ഞാൻ കണ്ടിരുന്നു. നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അതിനേക്കാളും വ്യത്യസ്ത രീതിയിലാണ് ഇവർ സാരി ഉടുത്ത് നടക്കുന്നത്. നെഗറ്റീവ് കമന്റ് ഇടണേക്ക് മുമ്പൊന്ന് ശ്രദ്ധിക്കുക. ഓരോ നാട്ടിലെ കൾച്ചറും റിച്വൽസും വ്യത്യാസമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അവരുടെ സമ്മതപ്രകാരമാണ്. അപ്പൊ ഗൈസ്, ഒരു 5 പേരെ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് റൗണ്ടിൽ. ഇനി സെക്കൻഡ് റൗണ്ട് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇവരൊന്നിലെ പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, അങ്ങനത്തെ പരിപാടിയാണ്. നമുക്ക് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഡാൻസും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരിവിടെ മാർക്ക് ഇടുന്നു. ഡാൻസ് കളിച്ച് അടുത്തവരെ എത്തിയിട്ട് അടിപൊളി. ഈ ഡാൻസ് കളിച്ച് ആർക്കാണ് മാർക്കുള്ളൂ അവർക്ക് ഇടും. എനിക്ക് തോന്നുന്നു ആ മഞ്ഞ ജയിക്കാൻ ചാൻസ്. നമുക്കിവിടെ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുടിക്കാം, ഇതിരുന്ന് കാണാം. അടിപൊളി. ഈ ഗേൾസിൻ്റെ കഴിഞ്ഞപ്പോൾ ബോയ്സ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. To be here when I visited Sri Lanka. What I feel that it's very clean and tourist friendly. Comparing to India, Sri Lanka is very clean. That's the main. എനിക്ക് ഒരു വൗച്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി. എനിക്ക് ശ്രീലങ്കയുടെ റിയൽ സെറ്റപ്പ് എനിക്ക് മനസ്സിലായി. ഇപ്പം ഇവിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. ആള് തുണി ബിസിനസ്സാണ്. ആള് കോയമ്പത്തൂരിൽ നിന്നും തിരുപ്പതിയിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കണ ഇവിടെ പരിപാടി മൊത്തം. അപ്പോൾ ഗൈസ്, അങ്ങനെ ആ പരിപാടിക്ക് കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തി കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പർ, ഒന്നും പറയാനില്ല. അങ്ങനെ ശ്രീലങ്കയോടും ഈ വീടിനോടും വിട പറയാണ്. നമ്മൾ നേരെ എയർപോർട്ടിൽ പോവുകയാണ്. അതിനുള്ള പരിപാടിയും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഇതൊക്കെയായിട്ടാണ് നമ്മുടെ സെറ്റപ്പ്. ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്. ഈ വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം. ഇവിടെ താമസിക്കാൻ 5000 ഉള്ളൂ. നാട്ടിൽ 1500 അത്രയേ ഉള്ളൂ. ഒരു ദിവസം താമസിക്കാൻ നിസ്സാരമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അടുത്ത വീഡിയോ എത്ര എക്സ്പെൻസായി എല്ലാം എയർപോർട്ടിൽ പോകണ വഴിയും എക്സ്പെൻസും കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ ചാനൽ കൂടി കേട്ടാവുക. ബായ്.